ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി നാരീപൂജ നടന്നു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന സർവമത തീർത്ഥാടന കേന്ദ്രം കൂടിയായ ചക്കുളത്തുകാവിലെ നാരീപൂജ ഭക്തജന പ്രവാഹം കൊണ്ട് ഇക്കുറിയും ശ്രദ്ധേയമായി. പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവത്തിന് ശേഷം ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമാണ് ചക്കുളത്തുകാവിൽ നാരീപൂജയ്ക്കായി വേദിയൊരുങ്ങുന്നത്. ദേവീസന്നിധിയിൽ സ്ത്രീകളുടെ പാദം കഴുകി പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന നാരീപൂജ മുഹൂർത്തം ദേവീ പ്രസാദത്താൽ അനുഗ്രഹിക്കപ്പെടുന്നൊരു ചടങ്ങായാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നിടം ദേവതമാർ സന്തുഷ്ടരാക്കപ്പെടുന്നു. ആരാധിക്കപ്പെടുന്ന സ്ത്രീയും ആരാധിക്കുന്ന സ്ത്രീയും ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനമാണ് തുടങ്ങിയ വിശ്വാസ പ്രമാണങ്ങളും ചക്കുളത്തുകാവ് നാരീപൂജയുടെ പ്രമാണങ്ങളാണ്. ക്ഷേത്രം ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ തിരുമേനി, ക്ഷേത്രം മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഇക്കൊല്ലത്തെ നാരീപൂജ കോട്ടയം അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീ ശാക്തീകരണത്തിലുള്ള തന്റേതായ കാഴ്ചപ്പാടുകളും ഡോക്ടർ ദിവ്യ എസ് അയ്യർ ചടങ്ങിൽ പങ്കുവച്ചു. സ്ത്രീക്ക് ആരാണ് ശക്തി നൽകേണ്ടത്? ആ ചോദ്യത്തിന് ഉത്തരം നാം നല്ല രീതിയിൽ ശരിയായ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീയാണ് ശക്തി. സ്ത്രീക്ക് ആരും പുറമേ നിന്ന് ശക്തി നൽകാനില്ല. സ്ത്രീയുടെ ആന്തരികമായ ശക്തിയെ അതിൻ്റെ തനതായ രൂപത്തിൽ കാണാൻ സാധിക്കാത്ത, അംഗീകരിക്കാൻ സാധിക്കാത്ത സമൂഹമാണ് ബലഹീനമായുള്ളത്. ഓരോ സ്ത്രീയുടെയും ശക്തിയെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയുന്ന ഒരു സമൂഹത്തിന് മാത്രമേ നല്ലൊരു നാളേക്കായി നമുക്ക് ആശിക്കാൻ സാധിക്കൂ എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ സ്ത്രീയിലുമുള്ള ദൈവാംശത്തെ, ഓരോ സ്ത്രീയിലുമുള്ള ശക്തിയെ തനത് കുടുംബങ്ങളിൽ, സമൂഹത്തിൽ പൂജിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്നിവിടെ നാരീപൂജ നടക്കുന്നതും. ഇതിൽ നിന്നും ലഭിക്കുന്ന ഈ സന്ദേശം മതങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം, ലോകത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം നമുക്ക് എത്തിക്കാൻ സാധിക്കണം. സ്ത്രീയോടുള്ള ബഹുമാനവും സ്ത്രീ ശക്തിയുടെ അംഗീകാരവുമാണ് ഇതിൽ നിന്നുമുള്ള സന്ദേശം എന്ന് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാരീപൂജയിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി നാരീപൂജയുടെ ഐതിഹ്യം ഭക്തർക്ക് മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി. അവരെ ഉപദ്രവിക്കുന്ന ഈ കാലഘട്ടത്തില് സ്ത്രീകളെ ആരാധിക്കുകയും അവരിൽ ദേവതാഭാവം കണ്ടുകൊണ്ട് അവരെ പൂജിക്കുകയും ചെയ്യുന്ന ആ ദേവീ ഭാവത്തെ സ്ത്രീകളിൽ കണ്ടുകൊണ്ട് അവരെ പൂജിക്കുന്ന, ആരാധിക്കുന്ന ഒരു ചടങ്ങ് ലോകത്തില് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സങ്കല്പം. അത്ര മഹത്തരമായ ഒരു ചടങ്ങിനാണ് ഈ ദേവീ സന്നിധി സാക്ഷ്യം വഹിക്കുന്നത്. നാരീപൂജ എന്ന് പറയുമ്പോഴൊരു പിന്നിലെ ഒരു വലിയ കഥ തന്നെയുണ്ട്. ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൽ വലിയൊരു ചടങ്ങ് നടത്തുമ്പോൾ, ഒരു വലിയ പൂജാതി കർമ്മം നടക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിറഞ്ഞു നിന്ന ആൾക്കാരോട് അന്നത്തെ ക്ഷേത്ര ഭാരവാഹികളും അല്ലെങ്കിൽ അന്നത്തെ പൂജാരികളും ഒക്കെ പറയുകയുണ്ടായി, ഈ മതിൽക്കെട്ടകത്ത് നിൽക്കുന്ന എല്ലാ സ്ത്രീകളും ഈ മതിൽക്കെട്ട് വിട്ട് വെളിയിലോട്ട് പോകണം എന്ന് പല പ്രാവശ്യം അവര് പറയുമ്പോൾ ആ മതിൽക്കെട്ടിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ മൊത്തം എല്ലാവരും വെളിയിൽ പോവുകയുണ്ടായി. അപ്പൊ അതിലൊരു സ്ത്രീ മാത്രം ആ മതിൽക്കെട്ടിനകത്ത് ഈ കർമ്മം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴ് അന്നത്തെ ആ ഭാരവാഹികള് ഇവരോട് നിർബന്ധിക്കുകയുണ്ടായി, സ്ത്രീകളെല്ലാം വെളിയിൽ പോകാൻ പറയുമ്പോൾ നിങ്ങൾ ഒരാൾ മാത്രം ഇതിനകത്ത് നിൽക്കുവാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ വെളിയിലോട്ട് പോകണം. അപ്പൊ ആ സ്ത്രീ പറയുകയുണ്ടായി, ഞാൻ പ്രായമായ ഒരാളാണ്, നല്ല കർമ്മങ്ങൾ നടത്തുന്നിടത്ത് സ്ത്രീകള് ഇല്ലെങ്കിൽ അത് ശുഭമായി തീരുകയില്ല, പൂർണ്ണമായി തീരുകയില്ല. അതിത് കാണുന്നതിലുള്ള സന്തോഷം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് എന്നെ നിൽക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ
അന്നത്തെ ക്ഷേത്ര ഭാരവാഹികൾ അവരോട് വളരെ കർശനമായിട്ട് ആജ്ഞാപിക്കുകയുണ്ടായി. എല്ലാവരും വെളിയിൽ പോകാൻ പറയുമ്പോൾ നിങ്ങൾക്കായിട്ട് മാത്രം ഒരു പ്രത്യേകതയില്ല, നിങ്ങളും വെളിയിൽ പോകണമെന്ന് പറയുകയുണ്ടായി. അപ്പൊ ആ സ്ത്രീ മനസ്സില്ലാ മനസ്സോടുകൂടി ആ മണൽക്കെട്ടിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയും പെട്ടെന്ന് അന്തരീക്ഷമാകം വല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിച്ചേരുകയാണ്. ഭയങ്കര കൊടുങ്കാറ്റും മഴയും അതുപോലെ തന്നെ പൊടിപടലങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഴുവൻ മാറുകയും ആ ശ്രീകോവിലിനകത്തും വെളിയിലും കൊളുത്തിരുന്ന വിളക്കുകൾ മുഴുവൻ താനെ അണയുകയും മഴ പെയ്ത മുഴുവൻ അശുഭാവസ്ഥയിലേക്കായി മാറി ആ കലശങ്ങളും അന്നത്തെ പൂജാതി കർമ്മങ്ങളും മുടങ്ങുകയുണ്ടായി. ഉടനെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അശുഭലക്ഷണം ഉണ്ടാകാൻ കാരണമെന്ന് അന്നത്തെ വെളിച്ചപ്പാടും പ്രാശനികരും ഒക്കെ വന്ന് അത് നോക്കിച്ചപ്പോഴ് സ്ത്രീകളെ ഇറക്കി വിട്ടത് സർവ്വനിയാമിയായ ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല കാര്യം നടക്കുമ്പോഴവിടെ സ്ത്രീകളില്ലെങ്കിൽ അത് ശുഭമായി തീരുകയില്ല. ആ സ്ത്രീകളെ എല്ലാം വിട്ടതിൽ തന്നെ ദേവിക്ക് ഇഷ്ടമല്ല. രണ്ടാമത് അകത്തു നിന്ന സ്ത്രീയെ സാക്ഷാൽ പരാശക്തിയും സർവ്വനിയാമികയും പരാത്പരിയുമായ ഭഗവതി തന്നെയായിരുന്നു. അവരെയും വെളിയിലോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോഴന്നത്തെ പൂജാരികളും താന്ത്രികന്മാരും ഭാരവാഹികളും ഒക്കെ കൂടെ വളരെ സങ്കടത്തോടുകൂടി മാപ്പപേക്ഷിക്കുകയും ഇതിനുവേണ്ടി എന്ത് ഉപാധിയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഇതിന് എന്ത് അപരാധത്തിന് എന്തുവാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേ വെളിയിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകളുടെയും പാദം കഴുകി അവരെ അകത്തോട്ട് വിടുമ്പോൾ അതിൽ ഒരാളായി ഞാനും അകത്ത് വരുന്നതായിരിക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകളുടെയും പാദം കഴുകി അവരെ മണൽക്കെട്ടിനകത്തോട്ട് കയറ്റുമ്പോഴേ അതിലൊരാളായിട്ട് ഞാനും വരും. അന്ന് തൊട്ട് പൂജാരികളും താന്ത്രികന്മാരും ഒക്കെ വന്ന് വെളിയിൽ നിന്നിടത്തോളം സ്ത്രീകളുടെ പാദം കഴുകി അവരെ ആരാധിച്ച് മാതാവായി കണ്ടുകൊണ്ട്, ലക്ഷ്മി ഭാവത്തിൽ അവരെ കണ്ടുകൊണ്ട്, ദേവതാഭാവത്തിൽ അവരെ കണ്ടുകൊണ്ട്, സാക്ഷാൽ പരാശക്തിയായ ചപ്പളത്തമ്മയായി അവരെ കണ്ടുകൊണ്ട് അവരെ പൂജിച്ച് പാദം കഴുകി അകത്തോട്ട് കയറ്റിയപ്പോഴ് ആ അന്തരീക്ഷമാകെ നല്ല ശുഭമായി തീരുകയും അവിടെ ആ വിളക്കുകളൊക്കെ താനേ തെളിയുകയും ആ കർമ്മങ്ങളൊക്കെ വളരെ ശുഭമായി അവസാനിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ദേവിയുടെ അരുളപ്പാടനുസരിച്ച് ആ നാരീപൂജ നടത്തുമ്പോഴേ ആ സ്ത്രീകളില് എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. ആ നാരീപൂജ നടത്തുമ്പോൾ അവർക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഈ ലോകത്തിലെല്ലാം ഉയർച്ചയും ഒരു തനിയെ സംഭവിക്കുന്നുള്ളതാണ്. അത് കാണുന്നവർക്കും അത് കേൾക്കുന്നവർക്കും അതിൽ പങ്കെടുക്കുന്നവർക്ക് പോലും എല്ലാവിധമായ ഐശ്വര്യങ്ങളും സംഭവിക്കുമെന്ന് ദേവി അനുഗ്രഹിക്കുണ്ടായി. അന്ന് മുതല് ഈ നാരീപൂജ ഈ ക്ഷേത്രത്തിൽ തുടർന്നു വരികയാണ്. എത്ര 1000 വർഷങ്ങൾക്കപ്പുറമാണ് നടന്നതെന്ന് നമുക്കറിയില്ല. എങ്കിലും ഇന്നും വളരെ നല്ല നിലയില് ദേവിയുടെ നാരീപൂജ എല്ലാ ധനുമാസത്തിലും ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ ദേവിയുടെ തിരുസന്നിധാനത്തിലെ ആ പീഠത്തില് ദേവിയായി കണ്ടുകൊണ്ട് സ്ത്രീകളെ ഇരുത്തി അവരുടെ പാദം കഴുകി ഹാരാർപ്പണം ചെയ്ത് ആനനെ ഒഴിഞ്ഞ് ആ ദേവിയുടെ അനുഗ്രഹം ഏറ്റുമേടിക്കുന്ന ചടങ്ങാണ് നാരീപൂജ എന്ന് പറയുന്നത്. ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ മാതാവ് ഭഗവതി അമ്മാളിന്റെ പാദങ്ങൾ കഴുകി പൂജാവിധികൾ നടത്തിക്കൊണ്ട് ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ തിരുമേനി നാരീപൂജാ ചടങ്ങുകൾക്ക് തുടക്കമിട്ടു. തുടർന്ന് ജാതിമത പ്രായ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ഭക്തർ നാരീപൂജാ ചടങ്ങിൽ പങ്കാളികളായി. ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാരാധനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് നാരീപൂജ ആരംഭിച്ചത്. അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ നായർ, ബ്രഹ്മശ്രീ രമേശ് ഇളമൺ നമ്പൂതിരി, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പി.ഡി. കുട്ടപ്പൻ, സെക്രട്ടറി സന്തോഷ് ഗോകുലം, ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവർ നാരീപൂജാ ചടങ്ങിന് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള സ്ത്രീഭക്തരുടെ പ്രവാഹം ഇക്കുറിയും ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലെ നാരീപൂജാ ചടങ്ങിന് ഭക്തിയുടെ വേറിട്ട അനുഭൂതി സമ്മാനിച്ചു.